അക്കൗണ്ടിംഗ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. 20ാമത്തെ സെഷനായ ഇന്ന് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് 3 ഡോക്യുമെൻറ്റ്സ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പ്രധാനമായി അംഗീകരിച്ചിട്ടുള്ളത്. അത് പ്രോമിസറി നോട്ട്, ചെക്ക്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്നിവയാണ്. ഇതിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ബിസിനസ്സിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രാധാന്യം വരുന്നത് ക്രെഡിറ്റ് സെയിൽസിലാണ്. അപ്പോൾ അതായത് ഈ ക്രെഡിറ്റ് സെയിൽസിലാണല്ലോ ക്യാഷ് പേയ്മെൻറ്റ് നടക്കാതെ ആ പേയ്മെൻറ്റ് വേറൊരു ഡേറ്റിലേക്ക് മാറ്റിവെക്കപ്പെടുന്നു. ഈ സിറ്റുവേഷനിൽ സെല്ലർ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റിനകത്ത് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബയ്യറെ കയ്യിൽ നിന്ന് ഒരു സിഗ്നേച്ചർ വാങ്ങി സൂക്ഷിച്ചു വച്ചിട്ട് ഡ്യൂ ഡേറ്റിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്താൽ ബില്ല് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് റിസീവ് ചെയ്താൽ ആ ഡോക്യുമെൻ്റ് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് വേണം. അതായത് കൊടുക്കേണ്ട എമൗണ്ട്, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, പ്ലേസ് ഓഫ് പേയ്മെൻറ്റ് എന്നീ ഡീറ്റെയിൽസും കൂടെ അടങ്ങിയതാണ് ഈ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ ഡെഫിനിഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞിട്ട് വേണം ഡെഫിനിഷൻ തുടങ്ങാൻ. ഇവിടെ അക്കോർഡിംഗ് ടു ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഓഫ് 1881 എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് an unconditional order signed by the maker directing to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument എന്നാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. അപ്പോൾ ഇതൊരു എഴുതപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് മേക്കറുടെ സിഗ്നേച്ചർ വേണം. മറ്റൊരാളടുത്ത് ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഈ ഡോക്യുമെൻ്റ്. ഡയറക്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഉള്ളി, പൈസയായിട്ട് മാത്രം ഒരു ഡേറ്റിൽ പേയ്മെൻറ്റ് നടത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അതുപോലെ തന്നെ ഒന്നുകിൽ ആ ആൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അയാൾ പറയുന്ന മറ്റൊരാൾക്ക് കൊടുക്കാം. അതുമല്ലെങ്കിൽ ബെയറായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബെയറായിട്ടുള്ള ആൾക്ക് പണം കൊടുക്കണം. ഇത്രയും നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു ഡോക്യുമെൻറ്റിനെ നമുക്ക് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്കും ഈ കണ്ടീഷനിലൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെൻ്റാണ്. രണ്ട് ഡോക്യുമെൻറ്റും കൈമാറ്റം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ കൈമാറ്റത്തിന് റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, ചെക്ക് അതുപോലെ ആവശ്യപ്പെടുന്ന ആൾക്കോ അല്ലെങ്കിൽ ബെയറർക്കോ പൈസ കൊടുക്കണമെന്ന് ബാങ്കിനോട് നിർദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഈ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് താഴെ ഇനി പറയും പോലെ നിർവചിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ. നമുക്കറിയാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, എഴുതപ്പെട്ട തന്നെ, വാക്കാൽ പറഞ്ഞതല്ല, എഴുതപ്പെട്ട ഒരു പ്രമാണമായിരിക്കണം. അതിനകത്ത് ഒരു ഓർഡർ ഉണ്ടാവണം, അല്ലാതെ റിക്വസ്റ്റ് അല്ല. സാധനം കടം കൊടുക്കുക, ഗുഡ്സ് കടം കൊടുക്കുക, അല്ലെങ്കിൽ പൈസ കടം കൊടുത്തിട്ടാണ് ബില്ല് എഴുതുന്നത്. അതുകൊണ്ട് ഒരു ഓർഡർ ആയിരിക്കണം. പൈസ തരാനുള്ള പൈസ ഈ ഡേറ്റ് നിങ്ങൾ തരണം എന്ന് പറയുന്നൊരു ഓർഡറാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുക, അല്ല റിക്വസ്റ്റ് അല്ല. മൂന്നാമത് ഈ ഓർഡർ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഓർഡർ ആയിരിക്കണം. കണ്ടീഷൻ വെച്ചിട്ട്, അതായത് പണം കടം കൊടുത്തിട്ട് അത് ലോട്ടറി അടിക്കുമ്പോൾ തരാമെന്നോ കിട്ടുമ്പോൾ തരാമെന്നോ അന്നും അങ്ങനെ ഒരു കണ്ടീഷനേ ആ ഡോക്യുമെൻറ്റിനകത്ത് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അതിനകത്ത് വേർഡ്സിലും ഫിഗറിലും എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്
എന്നാണ് തരേണ്ടത് എന്നുള്ള ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് പറയണം. സൈൻഡ് ബൈ ദ മേക്കർ, എഴുതുന്ന ആൾ അത് സൈൻ ചെയ്തിരിക്കണം. മറ്റേ ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അത് അയാളും സൈൻ ചെയ്യണം, അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയാറ്. അതുപോലെ തന്നെ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ബിൽ ഈസ് പേയബിൾ എയ്തർ ഓൺ ഡിമാൻഡ്, ആവശ്യപ്പെടുമ്പോൾ കൊടുക്കണം, ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരീഡ്, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞ് പൈസ കൊടുക്കണം, അത് സ്പെസിഫിക് ആണ്. അതുപോലെ ഒന്നുകിൽ കൈവശക്കാരന് കൊടുക്കാം, അല്ലെങ്കിൽ അയാൾ പറയുന്ന ആളിന് കൊടുക്കാം എമൗണ്ട്. അതുപോലെ ബിൽ ഒരു വാലിഡ് ഡോക്യുമെൻ്റ് ആകണമെങ്കിൽ അതിനകത്ത് ആവശ്യമായ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. കോർട്ട് ഫീ സ്റ്റാമ്പ് എന്ന് പറയും. നിയമപരമായിട്ടുള്ള സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പറിലായിരിക്കണം ബില്ല് തയ്യാറാക്കേണ്ടത്. അപ്പോൾ സെല്ലർ ബയ്യർ എന്നുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി ക്രെഡിറ്റർ ഡെറ്റർ, നമ്മുടെ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ക്രെഡിറ്റർ ഡെറ്റർ എന്നുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇത് മാറും. ഇപ്പോൾ ബില്ല് എഴുതി പണം കടം വാങ്ങിയോ അല്ലെങ്കിൽ ഗുഡ്സ് കടം വാങ്ങിയോ ആളിൻ്റെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്ത് ഒപ്പിട്ട് തിരിച്ച് വാങ്ങിച്ചു വച്ചിരിക്കുകയാണ് ചെയ്യുക. കാലാവധി ആകുമ്പോൾ ഈ പണം കടം വാങ്ങിയ ആൾ ബില്ല് തിരിച്ചു വാങ്ങിച്ചിട്ട് പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പാർട്ടീസിനെ നോക്കുകയാണെങ്കിൽ ദർ ആർ 3 പാർട്ടീസ് ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒന്ന് ഡ്രോയർ, മറ്റൊന്ന് ഡ്രോയി, മൂന്നാമത്തെ ആൾ പേയി എന്ന് പറയും. പേരിൽ നിന്ന് തന്നെ ഡ്രോയർ അറിയാം. ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ബിൽ ഈസ് കോൾഡ് ദ ഡ്രോയർ. ആ ഡ്രോയർ ക്രെഡിറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പണം കിട്ടാനുള്ള ആൾ. അക്കൗണ്ടിങ് മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടേംസിൽ വരുമ്പോൾ അയാൾ ക്രെഡിറ്ററാണ്, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ പണം കടം കൊടുത്ത ആളാണ്. അപ്പം കിട്ടേണ്ട ആളാണ് ക്രെഡിറ്റർ. തീർച്ചയായിട്ടും അപ്പോൾ ഡെറ്റർ എന്ന് പറയുന്നതായിരിക്കും കൊടുക്കേണ്ട ആൾ, അത് ഡ്രോയി ആണ്. അല്ലെങ്കിൽ ആ ഡ്രോയിയെ ആക്സെപ്റ്റർ എന്ന് വിളിക്കും. വെൻ ദ ബിൽ ഈസ് അക്സെപ്റ്റഡ് ബൈ ഹിം, ഹി ഈസ് ഓൾസോ കോൾഡ് ആക്സെപ്റ്റർ. ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് ഇത്ര ഡേറ്റിനകത്ത് ഇത്ര എമൗണ്ട് കൊടുത്തു കൊള്ളാമെന്ന് സമ്മതിച്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആക്സെപ്റ്റഡ് എന്നുള്ള വേർഡ് എഴുതി സൈൻ ചെയ്താൽ ഡ്രോയി ബിക്കംസ് ദ ആക്സെപ്റ്റർ. മൂന്നാമത് ആൾ ശരിക്കും പൈസ കിട്ടേണ്ട ആൾ പേയാണ്. ടു ഹൂം ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, ആർക്കാണോ പൈസ കൊടുക്കേണ്ടത്, ശരിക്കും കൊടുക്കേണ്ടത് പേയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 ആൾക്കാരിൽ ഡ്രോയർ തന്നെ പേ ആകാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രോയർക്കാണ് പൈസ കിട്ടേണ്ടതെങ്കിൽ ആ പൈസ ഡ്രോയി കൊടുക്കുന്ന സമയത്ത് ബില്ല് ഡ്രോയറുടെ കയ്യിലിരിക്കണം. എന്ന് പറഞ്ഞാൽ ഡ്രോയർ തന്നെ പണം അല്ലെങ്കിൽ ഗുഡ്സ് ഡ്രോയിക്ക് കടം കൊടുക്കാം. എന്നിട്ട് ആ ബില്ല് സൂക്ഷിക്കാം. സമയമാകുമ്പോൾ, ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ബില്ല് കൈമാറി പണം സ്വീകരിക്കാം. ഈ മൂന്നാമത് ആൾ വരുന്നത് ഒരു എക്സാമ്പിൾ വഴി ഞാൻ പറയാം. ഇപ്പോൾ ABC എന്ന് പറയുന്ന 3 ആൾക്കാരുണ്ടെന്ന് വയ്ക്കാം. അതിൽ ശരിക്കും പൈസ അല്ലെങ്കിൽ ഗുഡ്സ് ആവശ്യമുള്ളത്, പൈസ കടം വാങ്ങിക്കുക എന്നുള്ളതിൽ തന്നെ പറയാം, പൈസ ആവശ്യമുള്ളത് Bക്കാണ്. Bക്ക് Aയെ അറിയാം. അപ്പോൾ B Aയെ സമീപിച്ചിട്ട് ഇത്ര രൂപ എനിക്ക് ആവശ്യമുണ്ട്, കടമായി തരണം എന്നാവശ്യപ്പെടുന്നു. പക്ഷേ Aയുടെ കയ്യിൽ പൈസയില്ല. Aക്ക് സിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, സിയുടെ കയ്യിൽ പൈസയുണ്ട്. ഇങ്ങനെയാണ് 3 ആൾക്കാരായിട്ട് വരിക. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ B Aയെ സമീപിക്കുന്നു. A ഒരു ബില്ല് പ്രിപ്പയർ ചെയ്തിട്ട് Bയെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് സിയെ ഏൽപ്പിച്ച് പൈസ വാങ്ങിച്ച് Bക്ക് കൊടുക്കുന്നു. Bക്ക് അറിഞ്ഞുകൂടാ സിയുടെ കയ്യിൽ പൈസ ഉണ്ടെന്നോ, സിക്ക് അറിഞ്ഞുകൂടാ B ആണ് തരാനുണ്ടെന്നോ. സിയും Aയുമായിട്ടാണ് ബന്ധം. ഇപ്പോൾ 3 പേരുമായി. A ബില്ല് പ്രിപ്പയർ ചെയ്ത്, അപ്പോൾ അയാൾ ഡ്രോയർ, Bയെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിച്ചു. അപ്പോൾ B ഡ്രോയി. സിയുടെ കയ്യിൽ ഇപ്പോൾ ബില്ല് ഇരിപ്പുണ്ട്. അപ്പോൾ പൈസ ശരിക്കും കിട്ടേണ്ടത് സിക്കാണ്. അങ്ങനെ പേ ചെയ്യും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ 3 പാർട്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ
പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചോദിച്ചാൽ മനസ്സിലാക്കാൻ ഇങ്ങനെ ഈ രീതി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബില്ല് എഴുതിയത് എ ആണ്, ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തത് ബി ആണ്, അതിപ്പോൾ ഇരിക്കുന്നത് സിയിലെയാണ്. കാലാവധി ആകുമ്പോൾ ബി സിക്ക് പൈസ കൊടുത്തിട്ട് ബില്ല് തിരിച്ചു വാങ്ങണം. അപ്പം ഇങ്ങനെയാണ് 3 പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇങ്ങനെ ഈ ബില്ല് കൈമാറാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എ തന്നെ പേയി ആകാം. എന്ന് പറഞ്ഞാൽ എ സിക്ക് കൊടുക്കാതെ എയുടെ പൈസ ഉണ്ടെങ്കിൽ ബിക്ക് കൊടുത്തിട്ട് ബിയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് എ ബില്ല് സൂക്ഷിച്ചിരിക്കുന്ന ബില്ല് എക്ക് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും പിന്നീട് കൈമാറാം, അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്ത് അത് ഡിസ്കൗണ്ട് ചെയ്യാം. ഇങ്ങനെ എങ്ങനെ കൈമാറിയാലും അങ്ങനെ കൈമാറുന്നതിനെ വിളിക്കുന്ന പേര് എൻഡോഴ്സ്മെൻ്റ് എന്നാണ്. അവിടെ 2 പാർട്ടീസ് വീണ്ടും ഉണ്ടാവും, എൻഡോഴ്സറും എൻഡോഴ്സിയും. ഇപ്പോൾ ബാങ്കിലേക്കാണ് എ ബില്ല് കൊടുത്തിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് പൈസ മേടിക്കുന്നതെങ്കിൽ എ എൻഡോഴ്സറും ബാങ്ക് എൻഡോഴ്സിയുമായി മാറും. ഓരോ പ്രാവശ്യം കൈമാറുമ്പോഴും എത്ര വേണോ പ്രാവശ്യം കൈമാറാം, അതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റിൻ്റെ പ്രത്യേകത. പക്ഷേ ഓരോ പ്രാവശ്യം കൈമാറുമ്പോഴും ഈ എൻഡോഴ്സ്മെൻറ്റ് നടത്തി വേണം, ബില്ലിൻ്റെ പുറകിൽ ഒപ്പിട്ട് വേണം കൈമാറാൻ. അങ്ങനെ ഒപ്പിട്ട് കൈമാറുന്നതിനെ വിളിക്കുന്ന പേര് എൻഡോഴ്സ്മെൻ്റ് എന്നാണ്. ഇനി ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ കണക്കാക്കാം, അതൊരു പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടാണ് ആ കാൽക്കുലേഷൻ പ്രത്യേകിച്ച് പറയുന്നത്? അപ്പോൾ ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ബിക്കംസ് ഡ്യൂ ഈസ് കോൾഡ് ദ ഡ്യൂ ഡേറ്റ് ഓർ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ദ ബിൽ. എപ്പോഴാണോ ബില്ലിൽ മേലുള്ള പൈസ കൊടുക്കേണ്ട ഡേറ്റ്, ആ ഡേറ്റാണ് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. നിയമത്തിൽ ഈ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് കണക്കാക്കുമ്പോൾ ശരിക്കുമുള്ള ബില്ലിൻ്റെ ഡേറ്റിനോട് കൂടി ഒരു 3 ദിവസം കൂടി ആഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ബില്ലിന്മേൽ പണം കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞ് 3 ദിവസവും കൂടെ കഴിഞ്ഞ് പേയ്മെൻറ്റ് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ആ 3 ദിവസം ആഡ് ചെയ്യുന്ന ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രേസ് ഡേയ്സ് അല്ലെങ്കിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന്. നമുക്കൊരു ചെറിയ ഉദാഹരണം വഴി ഈ ഡേയ്സ് ഓഫ് ഗ്രേസ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഒരു ബില്ല് 1 ജൂലൈ 2024 എഴുതിയെന്ന് വിചാരിക്കൂ. 2 മാസത്തെ കാലാവധിക്കാണ് ആ ബില്ല് എഴുതിയതെങ്കിൽ 2 മാസത്തെ കാലാവധിക്കാണ് ബില്ല് എഴുതിയെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെ 1 മാസം, ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെ 2 മാസമാവും. അപ്പോൾ 1-ാം തീയതിയാണ് ശരിക്കും ഡ്യൂ ഡേറ്റ്. അതിൻ്റെ കൂടെ 3 ദിവസവും കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സെപ്റ്റംബർ 4-ാം തീയതി, സെപ്റ്റംബർ 4, 2024 ആ ബില്ല് ഡ്യൂ ആവുന്നത്. വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ജാനുവരി 1-ാം തീയതി 2024 എഴുതിയ ഒരു ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 4 മാർച്ച് 2024 ആയിരിക്കും. നോക്കാം, ജാനുവരി. അപ്പോൾ അത് എത്ര മാസത്തേക്കാണ് എന്നും കൂടെ നോക്കുകയാണെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, വീണ്ടും 2 മാസം തന്നെയാണ്. ജാനുവരി 1 മുതൽ ഫെബ്രുവരി 1 വരെ 1 മാസം, ഫെബ്രുവരി 1 മുതൽ മാർച്ച് 1 വരെ 2 മാസം. ആ മാർച്ച് 1 കൂടി 3 ദിവസം കൂടെ ആഡ് ചെയ്താൽ മാർച്ച് 4 ആ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഈ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ക്വസ്റ്റ്യൻ ഉറപ്പായും ഉണ്ടാവും. +1 +2 കുട്ടികൾക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഫോർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ നമുക്ക് 2ആയിട്ട് വേർതിരിക്കാം. കേട്ടിട്ടുണ്ടാവാം, ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയ്മെൻറ്റ്. അപ്പോൾ ആർക്കാണ് ബിൽസ് റിസീവബിൾ, ആർക്കാണ് ബിൽസ് പേയബിൾ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബില്ല് എഴുതുന്ന ആൾ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റർ ആണെന്ന്. അതായത് ക്രെഡിറ്റിന് ഗുഡ്സ് വിറ്റ ആൾ ആരാണോ അയാളുടെ കയ്യിലാണ് ബില്ല് ഇരിക്കുക എന്ന് വെച്ചാൽ, അപ്പോൾ ഡ്രോയറും പേയും അയാൾ തന്നെയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം ബില്ല് അയാളുടെ കയ്യിലുണ്ട്, ബില്ലിന്മേൽ പണം കിട്ടേണ്ടത് അയാൾക്കാണ്. സോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബില്ല് റിസീവബിളാണ്. ഡ്രോയിക്കാണ് ആ ബിൽസ് പേയബിൾ, ബില്ലിന്മേൽ പണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ കോൺസെപ്റ്റാണ് നമ്മൾ ബിൽസ് റിസീവബിളിനെ അസറ്റ് എന്നും, എന്ന് പറഞ്ഞാൽ ബില്ലിന്മേൽ പണം കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ബില്ല് കൈവശം ഇരിക്കുന്ന ആൾക്ക് അത് അസറ്റും
ബില്ലിന്മേൽ പണം കൊടുക്കേണ്ടത് എന്നാണോ കൊടുക്കേണ്ടത് ലയബിലിറ്റി, ബിൽസ് പേയബിൾ ലയബിലിറ്റിയുമായി മാറുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് ഒരു ട്രാൻസാക്ഷൻ വഴി എങ്ങനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ട്രാൻസാക്ഷൻസ് ജേർണലിൽ റെക്കോർഡ് ചെയ്യുക എന്നും കൂടെ നോക്കി ഇത് അവസാനിപ്പിക്കാം. ഒരു എക്സാമ്പിൾ വായിക്കാം. ഓൺ 1st January 2024, X sold goods for 50,000 rupees to Y. On the same date, X draws a bill on Y for 50,000 rupees due after 3 months. Y accepted the bill and returned to X. X retained the bill till the due date and Y meets the bill on due date. Pass journal entries in the books of both the parties. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ both the parties എന്ന് പറയുമ്പോൾ ഇവിടെ ഡ്രോയർ തന്നെ ഗുഡ്സ് സോൾഡ് ചെയ്യണം. അതായത് എക്സ് വൈ ആകുന്ന ഡ്രോയിൽ കൊടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് വാങ്ങിച്ച് ഡ്യൂ ഡേറ്റ് വരെ കാലാവധി വരെ വയ്ക്കുന്നു. ഡ്യൂ ഡേറ്റിന് ബില്ല് കൊടുക്കുന്നു, ക്യാഷ് മേടിക്കുന്നു. നമ്മളെപ്പോഴും ഈ ജേർണൽ എൻട്രി എഴുതാൻ നേരം പാർട്ടീസിനെ ശ്രദ്ധിക്കണം. ഇവിടെ ഡ്രോയർ എന്ന് പറയുന്നത് എക്സും ഡ്രോയി വൈയുമാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിലാണ്. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ എക്സിനെ സംബന്ധിച്ചിടത്തോളം അത് ക്രെഡിറ്റ് സെയിൽസും വൈയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് പർച്ചേസുമാണ്. ആരിൽ നിന്ന് വാങ്ങി ആർക്ക് കൊടുത്തു എന്നുള്ളത് ക്രെഡിറ്റ് സെയിലായാലും ക്രെഡിറ്റ് പർച്ചേസിലായാലും നമ്മൾ എഴുതേണ്ടതുണ്ട്. ജേർണൽ എൻട്രി ആദ്യം ജേർണലിൻ്റെ ഫോമാറ്റിലേക്ക് പോവാം. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, 2 എമൗണ്ട് കോളം, ഒരു ഡെബിറ്റ് ചെയ്യാനുള്ള എമൗണ്ടും ഒരു ക്രെഡിറ്റ് ചെയ്യാനുള്ള എമൗണ്ടും. ജേർണലിൻ്റെ ആ ഒരു കൺസെപ്റ്റിന് യാതൊരു വ്യത്യാസവും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയാലും ഇനി എവിടെയൊക്കെ പോയാലും ജേർണൽ എൻട്രി എഴുതേണ്ട രീതിക്ക് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം സെയിം തന്നെയാണ്, പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇപ്പോൾ 2 പേരുടെ ബുക്കും എഴുതേണ്ടതുണ്ട്. അതായത് ഡ്രോയുടെയും ഇവിടെ എക്സിൻ്റെയും വൈയുടെയും. എക്സിനെ സംബന്ധിച്ചോളം ഗുഡ്സ് സോൾഡ് ആണ്, ആദ്യം പറഞ്ഞത് സെയിലാണ്. അത് ക്രെഡിറ്റിനായതുകൊണ്ട് ആർക്കാണോ വിറ്റത് അയാളുടെ പേര് എഴുതണം. അതുകൊണ്ട് ഡെബിറ്റ് ദ റിസീവറായ വൈ ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്, ഗുഡ്സ് വാട്ട് ഗോസ് ഔട്ട്. അതുകൊണ്ട് സെയിൽസിന് ക്രെഡിറ്റ് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ ജേർണൽ എൻട്രി എക്സിൻ്റെ ബുക്കിൽ, ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് എന്ന് ജേർണലിൻ്റെ മുകളിൽ എഴുതണം. എക്സിൻ്റെ ബുക്കിലാണ് ഈ പറയുന്ന വൈ ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്ന ജേർണൽ എൻട്രി. എമൗണ്ട് കോളത്തിൽ 50,000 എഴുതണം. ഡേറ്റ് കോളത്തിൽ 2024 വർഷം എഴുതണം. January 1, 1st January ഇത് നടന്നത്. അപ്പോൾ നമുക്ക് അറിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഇതേ ട്രാൻസാക്ഷൻ തന്നെ വൈയുടെ ബുക്കിലേക്ക് പോയാൽ എന്തെഴുതും നമ്മൾ നോക്കിപ്പോവാം. ഡേറ്റ് കോളത്തിൽ 2024 January 1 തന്നെ, ഫസ്റ്റ് തന്നെ. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ജേർണൽ എൻട്രി അവിടെ പർച്ചേസസ് ആണ്. എക്സിനെ സംബന്ധിച്ചോളം ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിച്ചു. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെക്റ്റ്, അവിടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഗുഡ്സ് വരികയാണ് വൈയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ആരിൽ നിന്ന് വാങ്ങി ടു എക്സ്. എമൗണ്ട് കോളത്തിൽ 50,000. അവിടെ നറേഷൻ ഗുഡ്സ് സോൾഡ് ടു വൈ ഓൺ ക്രെഡിറ്റ് ആണ് എക്സിൻ്റെ ബുക്കിൽ. ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എക്സ് ആണ് വൈയുടെ ബുക്കിൽ. നറേഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തു ജേർണലിൽ. 2, ആ ഡേറ്റിൽ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് കിട്ടുന്നില്ല. അതുകൊണ്ട് എക്സ് ഒരു ബില്ല് എഴുതുന്നു. എഴുതുമ്പോൾ ജേർണൽ എൻട്രി ഇല്ല. അത് വൈയിൽ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ജേർണൽ എൻട്രി ഉണ്ടാവുക. അപ്പോൾ വീണ്ടും പോവാം. ഡേറ്റ് കോളത്തിൽ January 1 ആണ്, January 1, 2024 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി വർഷം. അപ്പം അന്ന് ആ ഡേറ്റിൽ തന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു വൈ എന്നാണ് ജേർണൽ എൻട്രി. അപ്പോൾ ബിൽസ് റിസീവബിൾ നമ്മൾ റിയൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. ആ ക്യാഷ് കിട്ടുന്നില്ല, അതിന് പകരം ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നു. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അതുകൊണ്ട് ബിൽസ് റിസീവബിൾ ഡെബിറ്റ് കൊടുത്തു. ആരാണോ തന്നത് ഗിവർ, അത് വൈ ആണ്. അതുകൊണ്ട് എക്സിൻ്റെ ബുക്കിൽ രണ്ടാമത്തെ ജേർണൽ എൻട്രി
ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു വൈ എന്നാണ്. ബിൽസ് റിസീവ്ഡ് ഫ്രം വൈ എന്ന് നറേഷൻ എഴുതാം. എമൗണ്ട് കോളത്തിൽ 50,000 രൂപ എഴുതാം. ഇതേ സംഗതി വൈയുടെ ബുക്കിലേക്ക് പോകുമ്പോൾ വൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ബിൽസ് റിസീവബിൾ അല്ല, ബിൽസ് പേയബിൾ ആണ്. ബില്ലിന്മേൽ പണം കൊടുക്കണം. അപ്പോൾ അവിടെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളത് കൊണ്ട് ബിൽസ് പേയബിളിന് ക്രെഡിറ്റും റിസീവറായ എക്സിന് ഡെബിറ്റും കൊടുക്കാം. ഡേറ്റ് കോളത്തിൽ ജാനുവരി 1 തന്നെ. എക്സ് ഡെറ്റർ ടു ബിൽസ് പേയബിൾ എന്നാണ് വൈയുടെ ബുക്കിൽ എഴുതേണ്ടത്. എമൗണ്ട് കോളത്തിൽ 50,000 തന്നെ. നറേഷൻ അക്സെപ്റ്റഡ് ബിൽ ഗിവൺ എന്നെഴുതാം. അക്സെപ്റ്റഡ് ബിൽ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഗിവൺ ടു എക്സ് എന്ന് എഴുതാം. നറേഷനാണ്. അപ്പോൾ 2 ട്രാൻസാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ജേർണലൈസ് ചെയ്തു. ഇനി ഒരു ഒറ്റ ട്രാൻസാക്ഷനേ ഉള്ളൂ. അത് ഡ്യൂ ഡേറ്റിൽ ബില്ല് വാങ്ങിച്ചുകൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കണം. ആരാണ്? വൈ കൊടുക്കണം. അപ്പോൾ എക്സിനെ സംബന്ധിച്ചോളം പേയ്മെൻറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഇവിടെ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുമ്പം ശ്രദ്ധിക്കണം. 3 മാസത്തേക്കാണ് ജാനുവരി 1 എഴുതിയ ബില്ല്. ഡേയ്സ് ഓഫ് ഡേയ്സും കൂടെ ചേർന്ന് വരുമ്പോൾ ഏപ്രിൽ 4 ഡ്യൂ ആവുന്നത്. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ജാനുവരി 1 എഴുതിയ ബില്ല് ഫെബ്രുവരി 1 1 മാസം, മാർച്ച് 1 2 മാസം, ഏപ്രിൽ 1 3 മാസം. ഏപ്രിൽ 1 ശരിക്കും ഡ്യൂ ആവേണ്ടത്. 3 ദിവസം കൂടെ ചേർക്കുമ്പോൾ ഏപ്രിൽ 4. അങ്ങനെ ഡേറ്റ് കോളത്തിൽ ഏപ്രിൽ 4 എഴുതിയിട്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് വരുന്നു അല്ലെങ്കിൽ ബാങ്ക്. നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ല, ബാങ്കിലേക്കാണ് ട്രാൻസാക്ഷൻ കൊടുക്കാറ്. വലിയ പേയ്മെൻ്റൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ബിസിനസ് നടക്കാറ്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എന്ത് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്, വാട്ട് ഗോസ് ഔട്ട് ബിൽസ് റിസീവബിൾ കൊടുക്കും. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നാണ് ജേർണൽ എൻട്രി. ഡേറ്റ് കോളത്തിൽ ഏപ്രിൽ 4 പറഞ്ഞു കഴിഞ്ഞു. എമൗണ്ട് കോളത്തിൽ 50,000 എഴുതാം. നറേഷൻ ദ എമൗണ്ട് ഓഫ് ദ ബിൽ റിസീവ്ഡ് ഓൺ ഡ്യൂ ഡേറ്റ് എന്ന് നറേഷൻ കൊടുക്കാം. ഇതേ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വൈ അല്ലെങ്കിൽ ഡ്രോയുടെ ബുക്കിൽ എങ്ങനെ എഴുതും? ഡ്രോയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ബിൽസ് പേയബിൾ വരികയാണ്. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ബാങ്കിലേക്ക് പൈസ പോവുകയാണ്. അപ്പോൾ വാട്ട് കംസ് ഇൻ ബിൽസ് പേയബിൾ അക്കൗണ്ട് ലെറ്റർ, വാട്ട് ഗോസ് ഔട്ട് ടു ക്യാഷിന് പകരം ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ ബിൽസ് പേയബിൾ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് ഡ്രോയുടെ ബുക്കിൽ എഴുതേണ്ടത്. ഡേറ്റ് കോളത്തിൽ ഏപ്രിൽ 4 തന്നെയാണ് അവിടെ. നറേഷൻ ദ എമൗണ്ട് ഓഫ് ദ ബിൽ പെയ്ഡ് ഓൺ ഡ്യൂ ഡേറ്റ്. എമൗണ്ട് കോളത്തിൽ 50,000 rupees. ഇങ്ങനെയാണ് ഈ പറഞ്ഞ എക്സാമ്പിളിൽ 3 ട്രാൻസാക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 3 ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു പോവാം. ഡ്യൂ ഡേറ്റിൽ ഇങ്ങനെ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റിൽ ഇങ്ങനെ ബില്ല് ഓണർ ആവുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബില്ലിന്മേൽ ഡ്രോയി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ ഡ്രോയറും ഡ്രോയും തമ്മിലോ ക്രെഡിറ്ററും ഡെറ്ററായിട്ടോ അല്ലെങ്കിൽ സെല്ലറും ബയറോ ആയിട്ടോ ഒരു ബന്ധവും ഇല്ല. ഡ്യൂ ഡേറ്റിൽ ഇത് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ്, നമ്മൾ ചെക്കൊക്കെ ഡിസോണർ ആയെന്ന് പറയുന്നവരെ ഇവിടെയും ബിൽ ഡിസോണർ ആയെന്ന് പറയും. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഡിസോണർ ആകുമ്പോൾ വീണ്ടും അവിടെ ഒരു ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ് വരും. അത് വീണ്ടും ജേർണൽ എൻട്രി ആയിട്ട് എഴുതേണ്ടി വരും. അത് അടുത്ത ഭാഗങ്ങളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാകുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പല സ്ഥലത്തും കേട്ടിട്ടുള്ളതാണ്. ജനറലായിട്ട് അറിയാനും അതുപോലെ തന്നെ +1 +2 കുട്ടികൾക്ക് അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.